ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, നാളെ എൻ്റെ വളകാപ്പാണ്. വളകാപ്പിൻ്റെ തലേ ഡേ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമലേട്ടനും അനിയനും കൂടെ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് മെഹന്തി ഇടാൻ വേണ്ടി നല്ല പാടുപെടുന്നുണ്ട് കേട്ടോ. അവർ ഫുൾ ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ ലെഫ്റ്റ് കൈ കൊണ്ട് റൈറ്റിലോട്ട് ഇടുകയാണ്. ഗായ്സ് എന്നെ സമ്മതിക്കണം. അതിനുള്ളിൽ അവർ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ചെറിയൊരു ഡെക്കറേഷൻ അത്രേ ഉള്ളൂ. അമ്മയും ഓരോ പണിത്തിരക്കിലാണ്. നമ്മളുടെ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ക്ലീനിങ് ആണ് ഗൈസ്. ഇത് ഇതുവരെ തീർന്നില്ലേ എന്നൊരു മൈൻഡിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കുറേ നേരം രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂവൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യാൻ നോക്കുന്നു. പിന്നെ രാവിലെ എണീറ്റ് വേഗം ഞാൻ അമലേട്ടനെ തട്ടി വിളിച്ച് കുറച്ചുകൂടെ ഡെക്കറേഷൻ ഉണ്ട്, വേഗം പോയി ചെയ്തോ എന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ച് ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇട്ടത്. അപ്പോഴത്തേക്ക് എൻ്റെ കൈ നോക്കൂ ഗൈസ്, ഭയങ്കര ചുമന്ന് റെഡ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഗൈസ്, എൻ്റെ വളകാപ്പിൻ്റെ മേക്കപ്പും ബ്യൂട്ടീഷ്യനൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സൈഡിലോട്ട് ഇരുന്ന് എൻ്റെ ആയുധ സാമഗ്രികളൊക്കെ എടുത്ത് എൻ്റെ മേക്കപ്പ് ഞാൻ പൂർത്തിയാക്കി. വൃത്തിക്കും മെനക്കും സാരി എടുക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തു. ഇത് അമലേട്ടൻ്റെ ചേച്ചിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഈ സാരി എടുത്തത് എയർ ഹാൻഡ്ലൂംസ് എന്നാണ് കേട്ടോ. പിന്നെ ഈ ബ്ലൗസൊക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തത് ചേച്ചിയാണ്. കുറേ ആരി വർക്കൊക്കെ ചെയ്ത് ബാക്ക് നല്ല രസമുണ്ടായിരുന്നു ബ്ലൗസിൻ്റെ. പക്ഷെ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല ഗൈസ്, മുടി വിരുത്തിയിട്ടതുകൊണ്ട്. അങ്ങനെ കുറേ മണിക്കൂറുകൾക്ക് ശേഷം എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഓർണമെന്റ്സ് ആയിക്കോട്ടെ, സാരി എടുത്തതായിക്കോട്ടെ, ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. 10:30 നമ്മുടെ ചടങ്ങ് ചെയ്യേണ്ട സമയം. അതിനുള്ളിൽ നമുക്ക് വേഗം പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. വീഡിയോ എടുത്തുതരാൻ വരുന്നത് നമ്മൾ കാറിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലൊക്കേഷൻ നല്ല ദൂരത്തിലാണെന്ന്. അല്ല ഗൈസ്, വെറും 200 മീറ്റർ മാത്രമേ ഉള്ളൂ. എനിക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് കാർ എടുത്തുകൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഓടിക്കളിച്ചും ചാടിക്കളിച്ചൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. വീഡിയോ എടുക്കാൻ പോകുന്ന ഉഷാറൊന്നും തിരിച്ച് വരുമ്പോൾ എനിക്കില്ലായിരുന്നു. ഈ പൊരു വെയിലത്ത് നിന്നിട്ടാണ് ഗൈസ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല കഷ്ടപ്പാടുണ്ട്, ഒന്നും എളുപ്പമല്ലേ ഗൈസ്. അമലേട്ടൻ്റെ ഫ്രണ്ട് ടെക്കിയാണ് നമുക്ക് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത്. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലെത്തി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സമയമായി. ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ അമലേട്ടനാണ്. ഞാൻ പൊക്കി പറയാന്ന് വിചാരിക്കരുത്, ഭയങ്കര കഴിവാണ് ഗൈസ്. ഇതുപോലൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ നടത്തേണ്ടത്. ശരിക്കും അവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട് അമലേട്ടൻ ചെയ്യുമായിരുന്നു കേട്ടോ. കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ രാവിലെ കുറച്ച് റാഗി മാത്രമേ കഴിച്ചുള്ളൂ. എനിക്ക് പിന്നെ ഭയങ്കര വിശന്നു കേട്ടോ. പിന്നെ കഴിച്ച ശേഷം ഞാൻ വേഗം പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. നല്ല ചൂടായിരുന്നു, വിളക്ക് കത്തിച്ചുകൊണ്ട് ഫാൻ ഇടാൻ പറ്റില്ല. അങ്ങനെ വീശിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. എന്താണ് ഈ ഓപ്പോസിറ്റിൽ ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ചടങ്ങ് ചെയ്യുമ്പോൾ കിഴക്ക് നോക്കി ചെയ്യണമെന്നോ അങ്ങനെ എന്തൊക്കെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്നു, ബാക്കിയൊക്കെ നമ്മൾ നോർമൽ ആയിട്ടിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ വളകാപ്പിന്റെ ഫസ്റ്റ് ചടങ്ങ് ചെയ്യുന്നത് അമലേട്ടന്റെ പെങ്ങളാണ്. അപ്പോൾ ചേച്ചിയാണ് ഫസ്റ്റ് ചടങ്ങൊക്കെ ചെയ്യുന്നത് കേട്ടോ. കുങ്കുമവും ചന്ദനവും മഞ്ഞളും ഒക്കെ തേച്ച് തന്ന് സ്വീറ്റ്സ് ഒക്കെ തന്ന് പിന്നെ 2 കയ്യിലും കുപ്പികളൊക്കെ ഇട്ട് തന്നു. പിന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത ഭാഗത്തോട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇരുന്നു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ സൈഡിൽ ഫാനൊക്കെ ഇട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ വളകാപ്പ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് നടത്തേണ്ട ഫംഗ്ഷനാണ്. എന്നുവെച്ചാൽ ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തേണ്ട ഫംഗ്ഷനാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ 4-ാം മാസത്തിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് ഞാൻ പിന്നെ അവിടെ പോയില്ല. ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് നമ്മൾ പാലക്കാട് വെച്ചിട്ട് തന്നെ ചെറിയ രീതിയിലാണ് വളകാപ്പ് ചെയ്ത്. ആരെയും വിളിച്ചില്ല കേട്ടോ. വീട്ടിലുള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 15 വരെയൊക്കെയാണ് ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമ്മയാണ് വളയൊക്കെ ഇട്ടാന്ന് മഞ്ഞളും കുങ്കുമൊക്കെ ഒക്കെ തേച്ച് അന്ന് നമ്മൾ അനുഗ്രഹിക്കും കേട്ടോ. അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ അച്ഛമ്മയാണ്, അച്ഛൻ്റെ അമ്മയാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മയും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്ന എല്ലാവരും, കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ അമ്മമ്മയാണ് കേട്ടോ. ഇവിടെ എങ്ങനെ ചടങ്ങ് എന്ന് വെച്ചാൽ നമ്മൾ 2 ആളിനെയും ഇരുത്തിയ ശേഷം ഫസ്റ്റ് നമ്മുടെ ചടങ്ങ് ചെയ്യുന്നത് നാത്തൂനാണ്. അത് കഴിഞ്ഞ ശേഷം ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെ ചടങ്ങ് എന്ന് വെച്ചാൽ നമ്മൾ 2 ആളിനെയും ഫസ്റ്റ് ഇരുത്തും. അതിനുശേഷം ചന്ദനവും കുങ്കുമവും സിന്ദൂരവും ഒക്കെ ഇട്ടേരും കേട്ടോ. പിന്നെ മഞ്ഞളും കാര്യങ്ങളൊക്കെ തേക്കും. അരിയും തുളസിയും വെച്ച് നമ്മളെ 2 ആളിനെയും അനുഗ്രഹിക്കും. പിന്നെ സ്വീറ്റ്സ് തരും. ലാസ്റ്റ് കുപ്പികളൊക്കെ ഇടും കേട്ടോ. ഇവിടുത്തെ ചടങ്ങ് ഇങ്ങനെ കേട്ടോ. ഓരോ ജില്ലകളിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ട്രിവാൻഡ്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് ചടങ്ങുകളൊക്കെ. ഓരോ ആളുകളും ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതെൻ്റെ അനിയനാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം അനിയനും ഓരോ ചടങ്ങുകളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഏട്ടനാണ്, ആർക്കും അധികം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ സിബ്ലിങ്സ് ആരൊക്കെയാണെന്ന്. അപ്പോൾ എനിക്ക് 2 ബ്രദേഴ്സാണ്, ഒരു ഏട്ടനും ഒരു അനിയനാണ് കേട്ടോ.
അടുത്തതായി നമ്മുടെ ക്യാമറമാനായിട്ടുള്ള ടെക്കിയാണ് നമുക്ക് ചടങ്ങുകളൊക്കെ ചെയ്തു തരുന്നത്. നമ്മളുടെ ഇവിടുത്തെ ചടങ്ങ് വെച്ചിട്ട് ഫൈനലി ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ ഹസ്ബൻഡ് ചെയ്യുക കേട്ടോ. ഹസ്ബൻഡ് ചടങ്ങ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്, പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അമലേട്ടനും ടെക്കിയും കൂടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലെ ഭംഗി നോക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ട് ഈ വളയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ സമയമായപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ബിരിയാണി ആയിരുന്നു ഗൈസ് ഫുഡ്, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമലേട്ടൻ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ടായിരുന്നു. അമലേട്ടാ, ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്ത വിഷമത്തിൽ ടെക്കി. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ ഷൂട്ടിന് വേണ്ടിയിട്ട് വരിക്കാശ്ശേരി മനയ്ക്ക് പോകാൻ കേട്ടോ. പെട്ടെന്ന് പോയിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ക്യാമറ കൊണ്ടാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ അവർ മണിക്കൂറിന് 700 വെച്ചിട്ടാണ് അവർ പൈസ വാങ്ങുന്നത്. സോ നമ്മൾ ക്യാമറ ഒന്നും എടുത്തില്ല, ഫോണിൽ തന്നെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോണത്. പക്ഷേ എല്ലാ സ്പോട്ടിലും ആളുകളായിരുന്നു, ഫുൾ ആളുകളായിരുന്നു കേട്ടോ. സത്യമായിട്ട് തമാശയല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഓരോ സ്പോട്ടിൽ പോകുമ്പോഴും ഓരോ ആളുകൾ ഇങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ആളുകൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. ഈ ചിരി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക, നല്ല കൈ ചത്ത് പുഴുത്ത് നിൽക്കുകയാണ് എനിക്ക്. അങ്ങനെ നമ്മുടെ ക്യാമറാമാനായ ടെക്കി കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചുട്ട് പഴുത്ത് വരുന്നുണ്ട്. എല്ലാവരും കൂടി എൻ്റെ വീഡിയോക്ക് 1 മില്യൺ അടിച്ചു തരണേ. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ ഗൈസ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കരച്ചിലാണ്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടെ ആ വീഡിയോ ഒക്കെ ഒന്ന് റീച്ച് ആക്കി ഹെൽപ്പ് ചെയ്യുക. വീടെത്തിയ പാടെ തന്നെ എല്ലാ ഡ്രസ്സും എല്ലാ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ മാറ്റി സമാധാനത്തോടെ കുറച്ച് നേരം കിടന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ വിഷുവിന് വാങ്ങിച്ചിട്ടില്ല കുറച്ച് പടക്കങ്ങളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടെ അതങ്ങ് അറഞ്ചും പുറഞ്ഞും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമലേട്ടൻ്റെ ചേച്ചിക്കൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് മുമ്പ് തന്നെ അതൊക്കെ കത്തിച്ച് ഒരു പൊടി പൂരമാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.